അടക്കണമെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റൊരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇരട്ടി പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്ന് ഉറപ്പാണ്. അപ്പോൾ പണം അല്ല നമ്മുടെ പ്രശ്നം, പണം പോയതല്ല പ്രശ്നം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു നടത്തിപ്പിലുള്ള ഒരു മാലിന്യം അത് നമ്മുടെ ക്ഷേത്രത്തിൽ കടന്നുകൂടി. ഇതൊരു എന്താ പറയുക, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇവിടെ അന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു എല്ലാം കൂടെ ഭദ്രകാളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കയറി ഏതൊരു കള്ളൻ കുറച്ച് പൈസ കൊണ്ടുപോയി എന്ന് നമുക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് പണത്തിന് വേണ്ടിയാണ്, ജീവിക്കാനുള്ള, അതായത് വീട്ടിൽ അരി വാങ്ങാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ജീവിക്കാൻ ഗതിയില്ലാതെ കൊണ്ട് ആണ് ഈ ഭണ്ണാരം പൊളിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഈ ഒരു അതിക്രമം നടത്തിയതെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. കാരണം ഒരാളെയും രക്ഷപ്പെട്ടു പോട്ടെ. പക്ഷെ ഇവിടെ അതല്ല, നമ്മുടെ നാണയങ്ങളൊക്കെ 4,500 ഉറുപ്പിക വരുന്ന നാണയം, അത് പൊതുവെ ഒരു കള്ളനും ഉപേക്ഷിക്കൂല. കാരണം അത് എന്താ വട്ടച്ചെലവിനൊക്കെ ആ ചിലവ് പൈസ ഉപയോഗിക്കാൻ. ഈ പറഞ്ഞ വിഷമം കൊണ്ടാണ് നമ്മുടെ ഭണ്ണാരം കൊത്തി തുറന്നതെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പൈസ, ചില്ലറ പൈസ ഉപയോഗിക്കാം. എന്തായാലും 10 പൈസ, 25 പൈസ, 50 പൈസ ഒന്നും ആയിരിക്കില്ല. 5 രൂപ, 10 രൂപ അങ്ങനെയുള്ള നാണയങ്ങളായിരുന്നു. അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടം, മണ്ഡലമാസം, നമ്മുടെ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും ഉണരുന്നൊരു കാലഘട്ടമാണ്, ഉണർന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഏത് അമ്പലത്തിൽ പോയാലും രാവിലെ നല്ല ആളുകൾ, ഭക്തന്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ക്ഷേത്രങ്ങൾ, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും, ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ അറിയാം. നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ നമ്മൾ കെട്ടുനിറച്ച ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം മുതൽ അങ്ങനെ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക 95% ക്ഷേത്രങ്ങളിലെങ്കിലും ഈ ഒരു മണ്ഡലമാസത്തിൻ്റെ ഉണർവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് പിന്നിൽ വളരെ ആസൂത്രിതമായ എന്തെങ്കിലും നടപടികളുണ്ടോ, നീക്കങ്ങളുണ്ടോ, നമ്മൾ സംശയിച്ചു പോവുകയാണ്. കാരണം നമ്മുടെ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കിണർ, ശുദ്ധമായ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന കിണർ, ആ കിണറ്റിൽ ഒരാൾ തുപ്പി എന്ന് വിചാരിക്കാം, പരസ്യമായിട്ട് ഒരാൾ കാർക്കിച്ച് തുപ്പി, ആ കിണർ കാർക്കിച്ച് തുപ്പി, നമ്മൾക്ക് വേണമെങ്കിൽ ആ തുപ്പലെടുത്ത് കളഞ്ഞ്. പക്ഷെ നമ്മുടെ മനസ്സിൽ തുപ്പിയ വെള്ളമാണ്, അല്ലെങ്കിൽ ഒരാൾ തുപ്പിയ കിണറാന്ന് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എന്തായാലും ആ വെള്ളം കുടിക്കാൻ വിഷമമുണ്ടാവും, അല്ലേ? ശുദ്ധമായ വെള്ളമാണ്, അല്ല കിണർ നിറയെ വെള്ളമുണ്ട്, ഒരാളെ തുപ്പിയിട്ടുള്ളൂ എങ്കിൽ പോലും ആ കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ തുപ്പിയ വെള്ളമാണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. കള്ളങ്കേരി അമ്പലമാണ്, നമ്മൾ ഒരു ഉണർന്നു വരുന്ന ഒരു ഗ്രാമം മുഴുവനും ഉണർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈ എലാങ്കോട് പാലക്കോട് പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ എല്ലാ വീട്ടുകാരും ധനിക ദരിദ്ര ഭേദമില്ലാതെ, ജാതി ഭേദങ്ങളില്ലാതെ, ഒരു വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരും ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ആ പവിത്രമായ ഒരു കിണറിൽ തുപ്പിയാൽ എന്തുണ്ടാവുമോ, എന്താണോ നമ്മളെ മനസ്സിലുണ്ടാവുക, ആ ഒരു കളങ്കം, ആ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു കയറി. ചേട്ടൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗുരുവായൂർ ശബരിമലയിൽ വളവ് നടത്തിയത് നമുക്ക് തോന്നുന്നുണ്ടോ കേവലം ഒരു പണത്തിന് വേണ്ടി മാത്രമാണ് ഇതെന്ന്? ഇത് മോഷ്ടിച്ച ആളുകൾക്ക് എത്ര കോടികൾ അവരുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുണ്ടാക്കാൻ സാധിക്കും? അവർക്ക് സാധിക്കുമായിരുന്നു, മറ്റു പല തരത്തിലും അവർക്ക് പണമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ ശബരിമലയിൽ കള്ളം കയറി അവിടുത്തെ സ്വർണ്ണപ്പാളികളും സ്വർണ്ണവും കൊണ്ടുപോയി, അവിടുത്തെ കാണിക്കൊക്കെ ഒരു കണക്കില്ല, അവിടെ സ്വർണ്ണമുണ്ടോ, എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ചർച്ച നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുത്തെ ഭക്തന്മാർ വരിക, ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു കേന്ദ്രമാണ് ശബരിമല. അവിടെ നിങ്ങളെ ഒരു ചിന്തയുമില്ല. അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരാണെന്നോ ഒന്നുമില്ലാതെ ഒരു സമൂഹത്തെ മുഴുവനും ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ളൊരു കേന്ദ്രമായിട്ട് മാറിയ ശബരിമലയിൽ
ആ ശബരിമലയിൽ ഒരു കണക്കുമില്ല കയ്യുമില്ല, ആടെ ഒരു നോക്കാൻ നാഥനുമില്ല, നാഥനില്ലാതെ കളരിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നമ്മുടെ കേരളത്തിൽ സജീവമായി. ഇപ്പോൾ അത് നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് മുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ശബരിമല ഒന്നിനും കൊള്ളാതെ ആളുകളുടെ ഒരു കേന്ദ്രമല്ലേ, എന്തിനാ നമ്മൾ അവിടെ പോകുന്നത്, എന്തിനാ അർപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചർച്ച അവിടെയുള്ള നമ്മുടെ വലിയ നമുക്കൊന്നും അറിയാതെ ഈ ശബരിമലയിലെ ആ ദേവനെ ഹൃദയത്തിൽ ആവാഹിച്ച നിരവധിയായ ഭക്തന്മാര് ആന്ധ്രയും തമിഴ്നാടും കർണാടകത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കൊല്ലം തന്നെ അവിടുത്തെ ഭക്തന്മാരെണ്ണം കുറയൊന്നുമില്ല. ഇന്ന് നമ്മൾ പോയില്ലെങ്കിൽ വേറെ പകരം പുതിയ ഭക്തന്മാർ അവിടെ വരും, ഭക്തന്മാരെണ്ണം കൂടും. പക്ഷേ നമ്മുടെ ഹിന്ദുക്കളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമായി പോയല്ലോ ഇത് എന്ന ഒരു ചർച്ച വന്നില്ലേ? ഏത് ആൾക്കാർ രാഷ്ട്രീയമായി സ്വാധീനമുള്ള ഉന്നതന്മാരായ ആളുകളുടെ കൈകൾ, അവരുടെ പിന്തുണ, അവരുടെ എല്ലാ സഹായങ്ങളോടും കൂടി ഈ ശബരിമല പോലത്തെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ശബരിമല, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ഏതാ? ശബരിമലയില്ല. ആ ശബരിമലയിലെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂരുടെയും ചോറ്റാനിക്കരയിലെയും ഒക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചർച്ച വന്നിപ്പോൾ. ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇതിനേക്കാളും ചെറിയ ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രങ്ങളായിട്ട് വലിയ മഹാക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ എന്താ നടക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ച വന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ ഉണർന്നു വന്നിരിക്കുന്ന ഈ ഹിന്ദു എന്നുള്ള ആ വിശ്വാസത്തെ, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ചിന്തയെ വീണ്ടും നമ്മുടെ പഴയ അവസ്ഥയിലേക്ക്, ക്ഷേത്രങ്ങളെ നമ്മളെ പുറംകാലുകൊണ്ട് തള്ളി മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഹിന്ദുക്കളെ എത്തിച്ചേരാൻ, അവരെത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഉണ്ടാവില്ലേ? ഈ തരത്തിലുള്ള ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിൽ നമ്മുടെ നിരവധി ക്ഷേത്രങ്ങളിലെ ഈ അവിടുത്തെ ആഭരണങ്ങളും അവിടുത്തെ വഴിപാടുകളും അവിടുത്തെ സ്വത്തുക്കളുമൊക്കെ ഇങ്ങനെ കവരുന്നതിന് പിന്നിൽ, നമ്മുടെ ക്ഷേത്ര ഭൂമികൾ നമുക്ക് അന്യാധീനമായി പോയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് നമ്മുടെ പല ക്ഷേത്രങ്ങളിലെയും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു തരേണ്ടതാരാ? തിരിച്ചു വാങ്ങിത്തരേണ്ടതാരാ? ഇവിടുത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾ, ഗവൺമെൻറ്. അവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഇന്നത്തെ സർക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ക്ഷേത്രങ്ങളുടെ 1 സെന്റ് ഭൂമിയെങ്കിലും ആ കയ്യേറിയ ആളിൽ നിന്ന് തിരിച്ചു വാങ്ങിത്തരുമെന്ന് ചിന്ത നമുക്കുണ്ടോ? അപ്പം അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട എന്നുള്ള അവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ചെറിയ ഗ്രാമക്ഷേത്രങ്ങളിൽ പോലും ഈ തരത്തിലുള്ള കളവും കയ്യേറ്റങ്ങളും നടക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതിഷേധിക്കുക? ഇപ്പം പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്താം, പോലീസ് സ്റ്റേഷനിലേക്ക് ധർണ നടത്താം. ഇതൊക്കെ നടത്തിയാലും നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, നമ്മുടെ ഹിന്ദുക്കളുടെ ഉണർവ്, ആ ഉണർവിനെ നമുക്ക് ശക്തി പകരാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ ഉണർന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഈ ചൈതന്യവും ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കഴിവും ശക്തിയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീണ്ടും ശക്തമായിട്ട് നമ്മുടെ ഗ്രാമക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങണം. നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലുണ്ടായ മാലിന്യം ഒരു പുണ്യാഹം കൊണ്ടോ അല്ലെങ്കിൽ ഏതൊരു പൂജ കൊണ്ടോ ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ താന്ത്രികപരമായ കാര്യങ്ങളാണ്. പക്ഷെ അത്തരം മാറ്റങ്ങൾ മാത്രം പോരാ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ട് ഒരുപാട് മാലിന്യങ്ങൾ. ആ മാലിന്യങ്ങളെ നമ്മളിപ്പോഴും രാഷ്ട്രീയമായിട്ട് വേർതിരിച്ച് നിർത്തുക. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. ക്ഷേത്രത്തിൽ വരുമ്പോൾ വിശ്വാസിയാണെങ്കിലും എൻ്റെ പാർട്ടി കോൺഗ്രസ്, എൻ്റെ പാർട്ടി എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വിശ്വാസത്തെയും കൂടി ഞാൻ രക്ഷിക്കണം, എൻ്റെ വിശ്വാസത്തെയും കൂടി സംരക്ഷിക്കാനും ഞാൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ നമ്മുടെ എല്ലാ ഹിന്ദുക്കളും എല്ലാവരും എടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ആ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഭണ്ണാരമാണ് തകർത്തത്, നാളെ അത് നമ്മുടെ ക്ഷേത്ര ശ്രീകോവിലേക്ക് വരില്ല എന്ന് ഒരു ഉറപ്പുമില്ല. ആ ശ്രീകോവിലിൻ്റെ അകത്തേക്കും ഈ ഒരു മാലിന്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ
നമ്മളെല്ലാവരും ഈ ഒരു കൂട്ടായ്മ നമ്മുടെ പ്രദേശത്ത് എല്ലാ കാലത്തും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയം വരുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നിലനിർത്തുകയും നമ്മുടെ ഗ്രാമക്ഷേത്രം നമുക്ക് സംരക്ഷിക്കണം. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രതിഷേധം ഈ ദേവനെ രാജശേഖരൻ പറഞ്ഞില്ല, നമ്മുടെ ഗ്രാമത്തിലുള്ള ദേവനെ സംരക്ഷിക്കാൻ കഴിയാതെ നിങ്ങൾ എന്ത് ഹിന്ദുക്കളാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം നമ്മളോടാണ് വരുന്നത്, നമ്മുടെ ഉള്ളിലാണ് വരേണ്ടത്, നമ്മുടെ ആത്മാവിനോടാണ് ചോദിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തോടാണ് ചോദിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലുള്ള ദേവനെ സംരക്ഷിക്കണം. ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടായ്മയാണ്, ഒന്നിച്ച് നിൽക്കലാണ്. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ശക്തിയെ തകർക്കാൻ ഒരു കള്ളനും സാധിക്കില്ല. കള്ളം വേണമെങ്കിൽ പൈസ കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ആ കൂട്ടായ്മ ഈ ചർച്ചയുണ്ടാവില്ല. നമ്മുടെ ക്ഷേത്രം പോയല്ലോ ഇത് ചർച്ചയുണ്ടാവില്ല. ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ നമ്മൾ ഉണ്ടാകും. അതിന് ശ്രീകോവിലും അതിന് ചുറ്റമ്പലവും അതിന് പുറത്ത് നമ്മുടെ വലിയൊരു ജനങ്ങളുടെ ഭക്തന്മാരുടെ കൂട്ടായ്മയും ഉണ്ടെങ്കിൽ ആ ഒരു മതില് ഭേദിച്ച് കടക്കാൻ ഒരു കള്ളനും സാധിക്കാത്ത തരത്തിലുള്ള ആ കൂട്ടായ്മ, ശക്തമായ കൂട്ടായ്മ രൂപപ്പെടുത്താൻ നമ്മുടെ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനി നമ്മുടെ ഈ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിൽ മാത്രമല്ല ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലും ഈ തരത്തിലുള്ള കള്ളക്കൈ വീഴാൻ അനുവദിക്കില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ട പ്രതിജ്ഞ. ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രതിഷേധം, അദ്ദേഹത്തിലുള്ള ആ ഒരു വേദന, മുറിവ് നമുക്ക് ദേവന്റെ മുന്നിൽ നമുക്ക് അതേ ഗതിയുള്ളൂ, അതേ വഴിയുള്ളൂ. നമ്മുടെ ദേവന്റെ മുന്നിൽ നമ്മുടെ സങ്കടം ഉണർത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തെയും നമ്മുടെ ദേവനെയും നമ്മുടെ ഈ പ്രദേശത്തെയും സംരക്ഷിക്കാൻ ദേവന്റെ കൂടെ, നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾക്കുള്ള പരിഹാരം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രതിഷേധം ഇവിടെ അറിയിക്കുകയും ഈ ഒരു എന്താ പറയുക കൃത്യമായ നിയമ നടപടികൾ ഈ ഒരു ക്ഷേത്ര ധ്വംസനത്തിനെതിരെ, നമ്മുടെ ഭണ്ണാരം തകർത്തതിനെതിരെ നിയമപരമായി എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നുള്ള ആവശ്യം നമ്മുടെ ഈ യോഗം നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.